എമിലി ഡർഗിം അവതരിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് സോഷ്യൽ സോളിഡാരിറ്റി അഥവാ സാമൂഹിക ഐകമത്യം എന്നുള്ളത്. സാമൂഹികമായ കൂട്ടായ്മ അല്ലെങ്കിൽ യോജിപ്പ് മനുഷ്യ മനസ്സിൻ്റെ സവിശേഷമായ ഒരു സിദ്ധിയാണ്. ഐക്യബോധം ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായാണ് കാണപ്പെടുന്നത്. സാമൂഹിക ബോധം അഥവാ സോഷ്യൽ കോൺഷ്യസ്നെസ് എത്രമാത്രം ദൃഢമാണോ അത്രമാത്രം ആ സമൂഹത്തിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും ദൃഢമായിരിക്കും. ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന തൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിലാണ് സാമൂഹിക ഐകമത്യം എന്ന സങ്കല്പത്തെക്കുറിച്ച് ഡർഗിം വിശദീകരിക്കുന്നത്. സമൂഹത്തിലെ തൊഴിൽ വിഭജനം സാമൂഹിക ഐകമത്യത്തെ ബാധിക്കും. തൊഴിൽ വിഭജനം അഥവാ ഡിവിഷൻ ഓഫ് ലേബർ കുറഞ്ഞ ഒരു സമൂഹത്തിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഐക്യമാണ് തൊഴിൽ വിഭജനം കൂടുതലുള്ള ഒരു സമൂഹത്തിൽ ഉള്ളത്. രണ്ട് തരത്തിലുള്ള സാമൂഹിക ഐകമത്യങ്ങളെക്കുറിച്ച് ഡർഗിം പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് ഭൗതികമായ ഐകമത്യം അഥവാ മെക്കാനിക്കൽ സോളിഡാരിറ്റി, രണ്ടാമത് ജൈവ ഐകമത്യം അഥവാ ഓർഗാനിക് സോളിഡാരിറ്റി എന്നിവയാണ് ഈ രണ്ട് തരം സാമൂഹിക ഐകമത്യങ്ങൾ. ഇത്തരമൊരു സങ്കല്പം ഡർഗിമിന് മുമ്പ് അരിസ്റ്റോട്ടിലും അഗസ്തേ കോംതെയും വിശകലന വിധേയമാക്കിയിട്ടുണ്ട്. അവരുടെ വീക്ഷണങ്ങൾക്ക് പുതിയ രൂപം നൽകുകയാണ് എമിലി ഡർഗിം ചെയ്തത്. എമിലി ഡർഗിം അവതരിപ്പിച്ച മറ്റൊരു ആശയമാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് അഥവാ പൊതു അവബോധം എന്നുള്ളത്. സമൂഹത്തിൽ ഒരു ഏകീകരണ ശക്തിയായി പ്രവർത്തിക്കുന്ന പൊതുവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ധാർമ്മിക മനോഭാവങ്ങൾ എന്നിവയുടെ കൂട്ടായ്മയാണ് പൊതുബോധം അല്ലെങ്കിൽ പൊതു മനസാക്ഷി. ഇത് പ്രത്യേകമായി ധാർമ്മിക മനസാക്ഷിയെ സൂചിപ്പിക്കുന്നില്ല, മറിച്ച് സാമൂഹിക മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയാണ്. ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് എമിലി ഡർഗിം ആണ് ഈ പദം ആദ്യമായി അവതരിപ്പിച്ചത്. കൂട്ടായ്മ എന്നത് പല വ്യക്തികൾക്കും പൊതുവായുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം ഇതിനെ മുന്നോട്ട് വെച്ചത്. പൊതുബോധത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന തൻ്റെ കൃതിയിലാണ് പൊതുബോധം അഥവാ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന ആശയം അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒരു സമൂഹത്തിലെ ശരാശരി അംഗങ്ങൾക്ക് പൊതുവായുള്ള വിശ്വാസങ്ങളുടെ, വികാരങ്ങളുടെയും സമഗ്രത എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. പരമ്പരാഗതം അല്ലെങ്കിൽ പ്രാകൃത സമൂഹങ്ങളിൽ മതചിഹ്നങ്ങൾ, പ്രഭാഷണം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവ പൊതുബോധത്തെ വളർത്തിയതായി എമിലി ഡർഗിം നിരീക്ഷിച്ചു. തികച്ചും ഏകതാനമായിരുന്ന സാമൂഹിക ഗ്രൂപ്പുകളിൽ പൊതുബോധത്തിൻ്റെ ഫലമായി ഉണ്ടായ ഐക്യദാർഢ്യത്തെ മെക്കാനിക്കൽ ഐക്യദാർഢ്യം അഥവാ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നും എമിലി ഡർഗിം വിശേഷിപ്പിച്ചു. ഇത് ആളുകളെ അവരുടെ പങ്കിട്ട മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നിവയിലൂടെ കൂട്ടിച്ചേർക്കുന്നു. തൊഴിൽ വിഭജനത്തിലൂടെ പ്രവർത്തിച്ച ആധുനിക സാമൂഹിക വ്യാവസായിക സമൂഹങ്ങളിൽ ഒരു സമൂഹം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് വ്യക്തികളും ഗ്രൂപ്പുകളും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പരസ്പര ആശ്രയത്തെ അടിസ്ഥാനമാക്കി ഒരു ഓർഗാനിക് സോളിഡാരിറ്റി ഉയർന്നു വന്നിട്ടുണ്ടെന്ന് ഡർഗിം നിരീക്ഷിച്ചു. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വിവിധ മതങ്ങളുമായി ബന്ധമുള്ള ആളുകളുടെ കൂട്ടത്തിൽ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് മതം ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത് എന്നും എമിലി ഡർഗിം ചൂണ്ടിക്കാണിച്ചു. എന്നാൽ മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളും അതിൻ്റെ ഘടനകളും ഈ സങ്കീർണമായ ഐക്യദാർഢ്യത്തിനും ആചാരങ്ങൾക്കും ആവശ്യമായ പൊതുബോധം ഉളവാക്കാൻ പ്രവർത്തിക്കും. അത് സ്ഥിരീകരിക്കുന്നതിൽ മതത്തിന് പുറത്തുള്ളവ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഡർഗിമിൻ്റെ അഭിപ്രായത്തിൽ പൊതുബോധം സമൂഹം മുഴുവൻ സാധാരണമാണ്. ഇതൊരു വ്യക്തിഗത അവസ്ഥയോ പ്രതിഭാസമോ അല്ല, മറിച്ച് അതൊരു സാമൂഹികമായ അവസ്ഥയാണ്. കൂട്ടായ ബോധത്തിലൂടെയാണ് മൂല്യങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. വ്യക്തികൾക്ക് പുറമെയുള്ളതും സമൂഹത്തിൽ നിലനിൽക്കുന്നതുമായ സാമൂഹിക ശക്തികളുടെ ഫലമായാണ് പൊതുബോധം. ഒപ്പം അത് രചിക്കുന്ന വിശ്വാസങ്ങളുടെയും മൂല്യങ്ങളുടെയും ആശയങ്ങളുടെയും പങ്കിട്ട കൂട്ടത്തിൻ്റെ സാമൂഹിക പ്രതിഭാസം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ആളുകൾ വ്യക്തികളെന്ന നിലയിൽ കൂട്ടായ ബോധത്തെ ആന്തരികവൽക്കരിക്കുകയും വീണ്ടും സ്ഥിരീകരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു എന്നാണ് എമിലി ഡർഗിം അഭിപ്രായപ്പെടുന്നത്. വ്യക്തികളുടെ കൂടിച്ചേരലിൽ കൂടിയാണ് സമൂഹങ്ങൾ രൂപം കൊള്ളുന്നതെങ്കിലും ഓരോ വ്യക്തിയുടെയും പരമമായ ലക്ഷ്യം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉന്നമനമായിരിക്കണം. വ്യക്തിക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ സാമൂഹിക
നന്മയ്ക്കു യോജിച്ചവയല്ല. സാമൂഹിക ഐകമത്യമെന്ന സങ്കല്പം സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള അറിവ് പ്രദാനം ചെയ്യുവാൻ സഹായകരമാണ്. ഐകമത്യം ഇല്ലാത്ത സമൂഹങ്ങൾ അതിലെ അംഗങ്ങൾക്ക് ആവശ്യമായ നന്മ ചെയ്യുവാൻ കഴിവുള്ളവയല്ല. ധാർമ്മികവും സദാചാരപരവുമായ ഉന്നതി നേടുന്നതിനും സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിനും അംഗങ്ങൾ തമ്മിലുള്ള ഐകമത്യം പരമപ്രധാനമായ പങ്കാണ് ഇത്തരം കാര്യങ്ങളിൽ വഹിക്കുന്നത് എന്ന അഭിപ്രായമാണ് എമിലി ഡർഗിം പങ്കുവെക്കുന്നത്. സാമൂഹിക ഐകമത്യത്തിൻ്റെ സവിശേഷതകളായി ചില കാര്യങ്ങൾ അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. ഐകമത്യം ആശയാധിഷ്ഠിതമായ ഒരു അമൂർത്ത പ്രതിഭാസമാണ്. ഒരു ഭൗതിക വസ്തുവിനെ പോലെ കയ്യിലെടുത്തു നിരീക്ഷിക്കുവാനോ പരിശോധിക്കുവാനോ കഴിയുന്ന ഒന്നല്ല സാമൂഹിക ഐകമത്യം. രണ്ടാമത്തെ കാര്യം, സാമൂഹിക ഐക്യം ഒരു ധാർമ്മിക പ്രതിഭാസമാണ്. വ്യക്തികളുടെ ധാർമ്മിക നിലവാരം ഉയർന്നതാണെങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് ഉദ്ഗ്രഥനം ഉണ്ടാവുകയുള്ളൂ. സാമൂഹിക ബോധത്തിൻ്റെ പ്രതിഫലമായി സാമൂഹിക ഐക്യത്തെ കണക്കാക്കാം. വൈകാരികമായ അടുപ്പമാണ് വ്യക്തികളെ യോജിപ്പിലേക്ക് നയിക്കുന്നത്. ഇതിൻ്റെ തീവ്രത കൂടുന്തോറും സാമൂഹിക കെട്ടുറപ്പും കൂടുന്നു. ചലനാത്മകമായ പ്രതിഭാസമാണ് സാമൂഹിക ഐക്യം. ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച്, പ്രധാനമായും ജനസാന്ദ്രതയിലുള്ള മാറ്റത്തിനനുസരിച്ച് സാമൂഹിക ഐകമത്യത്തിൻ്റെ ഘടനയിലും മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും. സാമൂഹികമായ ഐക്യത്തിൻ്റെ നിരക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണ്. ചലനാത്മകമായ ഒരു സവിശേഷതയായതുകൊണ്ട് തന്നെ ഓരോ അവസരത്തിലും എത്രയാണ് സാമൂഹിക യോജിപ്പ് എന്ന് തിട്ടപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണ്. യുദ്ധകാലത്തും ദേശീയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ഐകമത്യം അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ ദർശിക്കുവാൻ കഴിയുമെന്നും എമിലി ഡർഗിം ചൂണ്ടിക്കാണിക്കുന്നു. എമിലി ഡർഗിമിൻ്റെ യാന്ത്രികമായ ഐകമത്യം അഥവാ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന ആശയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. താരതമ്യേന അവികസിതങ്ങളായ സമൂഹങ്ങളിൽ കാണപ്പെടുന്ന സാമൂഹിക സമത്വത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഡർഗിം മെക്കാനിക്കൽ സോളിഡാരിറ്റി അഥവാ യാന്ത്രികമായ ഐകമത്യം എന്ന പദം ഉപയോഗിക്കുന്നത്. ഇത്തരം സമൂഹങ്ങളിൽ തൊഴിൽ ബന്ധനം വളരെ കുറവായിരിക്കും. അംഗങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരേ തരം വികാരങ്ങളും വിചാരങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളപ്പോൾ സാമൂഹികമായ യോജിപ്പും കൂടുതലായിരിക്കും. മാനസികവും ധാർമ്മികവുമായ സജാതീയത്വം കൂട്ടായ്മയ്ക്ക് വളരെയേറെ അത്യാവശ്യമാണ്. ഒരു നിർജീവ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ തന്മാത്രകൾക്ക് ഒരേ രൂപഘടനയായിരിക്കും ഉണ്ടാവുക. അത്തരം തന്മാത്രകൾ തമ്മിലുള്ള ബന്ധവും തികച്ചും യാന്ത്രികമായിരിക്കും. ഈ ആശയമാണ് ആദിമ സമൂഹങ്ങളിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നതിന് ഡർഗിം ഉപയോഗിക്കുന്നത്. കൂട്ടായ അധ്വാനമാണ് അല്ലെങ്കിൽ കൂട്ടായ അധ്വാനത്തിലൂടെ മാത്രമേ ആദിമ മനുഷ്യന് പ്രകൃതിയുടെ മേൽ വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരേ തരത്തിലുള്ള വീക്ഷണങ്ങളും ലക്ഷ്യങ്ങളുമാണ് ആദിമ മനുഷ്യന് ജീവിത വിജയം നേടിക്കൊടുത്തത്. ഐകമത്യം കൂടുന്തോറും സാമൂഹിക ബോധം, കളക്റ്റീവ് കോൺഷ്യസ്നസ് കൂടി വരുന്നു. ഇത്തരമൊരു ബോധമാണ് വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിച്ചിരുന്നത്. സാമൂഹികമായ ഉൽപ്പാദനവും കൂട്ടായ ഉപഭോഗവും ആദിമ സമൂഹങ്ങളുടെ സവിശേഷതകളായിരുന്നു. സമ്പത്ത് കൂട്ടിവെക്കുവാനോ സ്വന്തമായി ഉപയോഗിക്കുവാനോ ശ്രമിക്കാത്തിടത്തോളം കാലം മനുഷ്യൻ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിയിലായിരിക്കും ശ്രദ്ധ ചെലുത്തുക. വ്യക്തിയുടെ മനസ്സും സമൂഹ മനസ്സും ഒന്നാകുമ്പോൾ സാമൂഹിക ഉദ്ഗ്രഥനം അഥവാ സോഷ്യൽ ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നു എന്ന ആശയമാണ് എമിലി ഡർഗിം പങ്കുവെക്കുന്നത്. ജൈവപരമായ ഐകമത്യം അഥവാ ഓർഗാനിക് സോളിഡാരിറ്റി, അതിനെക്കുറിച്ചും അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. തൊഴിൽ വിഭജനം സങ്കീർണമാക്കുക അല്ലെങ്കിൽ തൊഴിൽ വിഭജനം സങ്കീർണമാവുക എന്നത് സാമൂഹിക പുരോഗതിയുടെ ലക്ഷണമാണ്. ആധുനിക സമൂഹത്തിൽ ഓരോ വ്യക്തിയും ഓരോ പ്രത്യേക തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു. ജൈവപരമായ യോജിപ്പ് അംഗങ്ങൾക്കിടയിൽ ഉണ്ടായി വരുന്നത് തൊഴിൽ വിഭജനം മൂലമാണ്. ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കാതെ ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന അവസ്ഥയാണ് ആധുനിക സമൂഹത്തിലുള്ളത്. ഈ പരസ്പര ആശ്രയത്വത്തെ അല്ലെങ്കിൽ സാമൂഹികത്തിലെ വിവിധ ഘടകങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധത്തെ ഒരു ജീവിയുടെ വിവിധ ശരീരാവയവങ്ങൾ തമ്മിലുള്ള ബന്ധവുമായി താരതമ്യപ്പെടുത്താം. ഇത്തരമൊരു സാദൃശ്യമാണ്
ഓർഗാനിക് സോളിഡാരിറ്റി എന്ന സങ്കല്പത്തെ വിശദീകരിക്കുവാൻ എമിലി ഡർക്ഹീം ഉപയോഗിച്ചത്. യാന്ത്രികമായ ഐക്യമത്യം പ്രകടിപ്പിച്ചിരുന്ന ആധുനിക അല്ലെങ്കിൽ ആദിമ സമൂഹങ്ങൾ ജനസംഖ്യ വർധനവും തൊഴിൽവിഭജനവും മൂലം ക്രമേണ ജൈവപരമായ ഐക്യമത്യമുള്ള ഒരു സമൂഹമായി പരിണമിക്കുന്നു. ആധുനിക സമൂഹങ്ങളുടെ സവിശേഷത സജാതീയത്വമല്ല, മറിച്ച് ഭിന്ന ജാതീയത്വം അഥവാ ഹെട്രോജിനിറ്റിയിലേക്ക് നീങ്ങുക എന്നതാണ്. നിരവധി സാമൂഹിക സ്ഥാപനങ്ങളും അവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുമുണ്ട്. തൊഴിലിൻ്റെ കാര്യമെടുത്താൽ ഓരോ ആളും ഓരോരോ ജോലികളിൽ ഏർപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ആദിമ സമൂഹങ്ങളിൽ ഉള്ളതുപോലെയുള്ള സാമൂഹിക ബോധം അഥവാ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സമൂഹത്തിലെ അംഗങ്ങൾ വ്യത്യസ്തമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ പരസ്പര ആശ്രയത്വം കൂടാതെ ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന അവസ്ഥയും വന്നു ചേരുന്നു. സാമൂഹിക നിയന്ത്രണത്തിൻ്റെ സോഷ്യൽ കൺട്രോളിൻ്റെ കാര്യത്തിലും രണ്ട് സമൂഹങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നിയമവിധേയമായ പരിവർത്തന മാർഗങ്ങളാണ് ആധുനിക സമൂഹങ്ങളിലുള്ളതെങ്കിൽ കിരാതമായ രീതിയിലുള്ള ശിക്ഷാ നടപടികളായിരുന്നു ആദിമ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ രണ്ട് സമൂഹങ്ങളിലും നിലനിൽക്കുന്ന സാമൂഹിക ഐകമത്യം വ്യത്യസ്തമായിരുന്നു എന്ന് എമിലി ഡർക്ഹീം ചൂണ്ടിക്കാണിക്കുന്നു.